വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് തിരക്കാണ്. പിന്നെന്താണ് ആ തിരക്ക്? അന്നേരം സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ തന്നെ പാതിരാത്രിയാണ് അപ്ലോഡ് ചെയ്തത് തന്നെ. സത്യത്തിൽ എന്താണ് എല്ലാം റെഡിയാക്കി വെച്ചാൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് വരുന്നത്. തിരക്കിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇതിപ്പോൾ മിനിങ്ങാന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് തലേ ദിവസം രാത്രി വെച്ച ഫുഡ് വെച്ച പാത്രമൊന്നും ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടിട്ട് ചോറ് അരിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചു, കുക്കറിൽ വെച്ചു. എന്നിട്ട് കറി വയ്ക്കാൻ പോകണം കേട്ടോ കാരണം അന്നത്തെ ദിവസം എനിക്ക് കുറച്ചധികം ജോലികളുള്ള ഒരു ദിവസമാണ്. ഒരു ബിസി ഷെഡ്യൂൾ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലല്ലേ വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അന്നത്തെ കത്രിക്ക കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് വെച്ചിട്ട് ഒരു മീൻകറി പോലത്തെ നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കത്തില്ലേ, അതായത് വറുത്തരച്ചല്ല പച്ച അരച്ച് അങ്ങനെ കറി. അത് എനിക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല നാടൻ കോവയ്ക്കാണ്. കോവയ്ക്ക് കിട്ടിയിട്ട് 2-3 ദിവസമായി ഫ്രിഡ്ജിലിരുന്നിട്ട് അത് നല്ല ഐസ് കട്ട കണക്കായിപ്പോയി, ഭയങ്കര ഇതായിപ്പോയി. പിന്നെ ഞാൻ അത് അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ എടുത്തു. രണ്ടും പഴുതനങ്ങയും കഷ്ണങ്ങളാക്കി എടുത്തു, കോവയ്ക്കയും കഷ്ണങ്ങളാക്കി എടുത്തു. പിന്നെ ഞാൻ പെട്ടെന്നൊരു തോരനും കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇനി മമ്മീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. മമ്മിക്ക് പിന്നെ പല്ല് കാണിക്കാനായിട്ട് പോകണം, റൂട്ട് കനാൽ ചെയ്തിട്ടുള്ള അതാണ് സംഭവം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ചേട്ടന് കഴിക്കാൻ കൊടുത്തു. ഞാൻ കഴിച്ചു. ചോറൊക്കെ എടുത്ത് ചേട്ടന് കൊടുത്തു വിട്ടു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനും കഴിച്ച് റെഡിയായിട്ട് മമ്മിയുടെ അടുത്ത് വന്നു. അപ്പോൾ ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഓട്ടോ വരാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ വന്നപ്പോഴത്തേക്കും ഞാനും മമ്മിയും കൂടെ കയറി പല്ല് കാണിക്കുന്ന ക്ലിനിക്കിലെത്തിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത് മീൻസ് വിളിച്ച് പറഞ്ഞിട്ടാണ് ചെന്നത്. അവർ വിളിച്ച് നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു, ആ ടൈമിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെളിയിലിരുന്ന് ജസ്റ്റ് ഒരു ഷൂട്ട് ഇങ്ങനെ എടുത്തതാണ് അതിനകത്ത് ചെയ്യുന്നത്. അതിനകത്ത് അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി എന്ത് വിചാരിക്കുമെന്ന് അറിയത്തില്ല. ഒരു ദിവസം ഞാനിങ്ങനെ പല്ല് ശരിയാക്കുന്നത് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെളിയിൽ നിന്ന് വെറുതെ ഒന്ന് എടുത്തോ എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മമ്മി ഓക്കെ ആയി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ എൻ്റെ വലിയൊരു ജോലി ആരംഭിച്ചു. ആകെ കിച്ചൺ അലങ്കോലപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഒരു വൃത്തിയില്ലല്ലോ ഈ പെണ്ണിന് നിന്ന്. വൃത്തിയില്ലായി അല്ല കേട്ടോ. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു സ്പേസ് മാത്രം ക്ലിയറാക്കി വെച്ചിട്ട് അവിടെ മാത്രമല്ലേ ക്യാമറ ഫോക്കസ് ചെയ്തെടുക്കുന്നത്. സത്യത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആയിരിക്കും എല്ലാ കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലും, വീടുകളിലായിരുന്നാലും ഹോം ബേക്കേഴ്സ് ആയിരുന്നാലും എല്ലായിടത്തും ഇതേപോലെ ആയിരിക്കും കേട്ടോ. ഞാനങ്ങനെ ക്ലിയറാക്കി എടുക്കാനൊന്നും നിന്നില്ല, കാരണം അതിനുള്ള ടൈമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് എനിക്ക് സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ വീഡിയോസ് കാണുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് പിടിച്ചു തന്ന ഓർഡറാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം ഞാനിങ്ങനെ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഫോണിൽ മെസ്സേജ് അയക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇത്ര കേക്ക് ചെയ്യാൻ പറ്റുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാരാണ് ഇങ്ങനെ. എനിക്കങ്ങനെ സ്കൂളിൻ്റെ അങ്ങനെ വലിയ ഓർഡേഴ്സൊന്നും എനിക്ക് വരാറില്ലായിരുന്നു കേട്ടോ. വളരെ കുറച്ച് ഓർഡേഴ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ വലിയ പരസ്യം ചെയ്യലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ വളരെ കുറച്ച് ഓർഡേഴ്സൊക്കെ വരാറുള്ളൂ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബർ കുട്ടി ധനലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ഏറ്റെടുത്ത് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 7 കിലോ കേക്കായിരുന്നു ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 1 കിലോൻ്റെ 2 ടിന്നേ ഉള്ളൂ. 7 കേക്കായിട്ടായിരുന്നു കേട്ടോ ചെയ്യാനുള്ള. ഓരോ ക്ലാസ്സിലും എഴുതാനുള്ളതൊക്കെ എനിക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ദിവസം ഇത്രയും ഓർഡർ എനിക്ക് വരുന്നത്. അത് ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടും എൻ്റെ അടുത്തുള്ള കുട്ടിക്കുള്ള സ്നേഹം കൊണ്ടും ഒക്കെയാണ്. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം എനിക്കിങ്ങനെ ബേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരീക്ഷണങ്ങളൊക്കെ നടത്താനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് മടിയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു. അത് ചെയ്തു കൊടുത്തു, അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അവർക്കൊക്കെ വലിയ ഇഷ്ടമായി, കേക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഈ രണ്ട് കേക്ക് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ എല്ലാ ഐസിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം എല്ലാം ഒരേ ഫ്ലേവറിലുള്ള തന്നെ എന്താണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ എല്ലാം. അപ്പോൾ അതെല്ലാം സെറ്റാക്കി റെഡിയാക്കിയൊക്കെ വെച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ദിവസം. ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ കൈ എന്തായാലും നല്ലൊരു കൈ നമുക്ക് കൈനീട്ടം നല്ലതായിരിക്കും എന്ന് പറയത്തില്ല, അതുപോലെ നല്ലൊരു കൈനീട്ടം ആയിക്കട്ടെ. ഇനി ഓർഡേഴ്സൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ, കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നല്ല വിശേഷങ്ങളും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ടാറ്റാ.